السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فاتقوا الله عباد الله. വിശുദ്ധ റമദാനിലേക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ആ റമദാനിത ഏതാനും സമയങ്ങൾ കൊണ്ട് നമ്മിലേക്ക് കടന്നു വരുന്നു എന്ന വല്ലാത്തൊരു ശുഭപ്രതീക്ഷയിലിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ നാം മനസ്സിലാക്കണം, പരിശുദ്ധ റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രിയായി കഴിഞ്ഞാൽ 5 പരമപ്രധാനമായ കാര്യങ്ങൾ ഇവിടെ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. വിശുദ്ധ റമദാനിൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ 5 വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് റബ്ബ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ ആദ്യ രാത്രി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇപ്പോൾ ഷഅബാൻ 29 പൂർത്തിയാക്കി, ഷഅബാൻ 29ൻ്റെ അന്ന് അസ്തമനത്തിൻ്റെ ശേഷം ഹിലാല് കണ്ടാൽ, മാസപ്പിറവി കണ്ടാൽ അവിടെ മുതൽക്ക് പിന്നെ റമദാൻ 1 റമദാൻ 1ൻ്റെ ആദ്യ രാവായി. ഇനി അന്ന് കാണുന്നില്ലെങ്കിൽ ഷഅബാൻ 30 ഒരാൾ പൂർത്തിയാക്കിയാൽ ഷഅബാൻ 30ൻ്റെ മഗ്രിബോടുകൂടി ഉറപ്പായി അത് റമദാനിൻ്റെ രാവാണ്. അപ്പം നാളെ റമദാൻ 1 ഇന്നത്തെ രാവ്, ഇന്ന് അസ്തമിച്ചത് മുതൽക്ക് ഈ പുണ്യം തുടങ്ങി. ആദ്യ രാത്രി, റമദാനിൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ അള്ളാഹു വമ്പിച്ച രൂപത്തിലുള്ള അനുഗ്രഹങ്ങളാണ്. ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും: ഇദാ കാനത് അവ്വലു ലൈലത്തിൻ മിൻ റമദാൻ, റമദാനിൻ്റെ ആദ്യ രാത്രി വന്നു കഴിഞ്ഞാൽ, ഒന്നാമത്തെ രാത്രി തന്നെ എന്തൊക്കെ സംഭവിക്കും? സുഫിരത്തിശ് ശയാത്തീൻ വമറദത്തുൽ ജിന്നി. സുഫിരത്തിശ് ശയാത്തീൻ, പിശാചുക്കൾ ബന്ധിക്കപ്പെടും. അത് തന്നെയും വമറദത്തുൽ ജിന്നി, അവരിലെ ഏറ്റവും ധിക്കാരികളായ, ഏറ്റവും വലിയ കുഴപ്പക്കാരായ അവരുടെ നേതാക്കന്മാർ വരെ കെട്ടിയിടപ്പെടും, ബന്ധിക്കപ്പെടും. രണ്ടാമത് വഗുല്ലിഖത് അബ്വാബുന്നാരി ഫലം യുഫ്തഹ് മിൻഹാ ബാബ്, നരകത്തിന്റെ സർവ്വ കവാടങ്ങളും കൊട്ടിയടക്കപ്പെടും, അതിൽ നിന്ന് ഒരു വാതിൽ പോലും തുറന്നു വെക്കപ്പെടൂല. നരകവാതിലുകൾ കംപ്ലീറ്റ് അടക്കപ്പെട്ട് കഴിഞ്ഞു. 3 വഫുത്തിഹത് അബ്വാബുൽ ജന്ന ഫലം യുഗ്ലഖ് മിൻഹാ ബാബ്. കണ്ടോ, വഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ കവാടങ്ങൾ, വാതിലുകൾ മുഴുവനും മലർക്കെ തുറക്കപ്പെടുകയായി. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, അതിൽ ഒരു വാതിലും അടക്കപ്പെടുകയില്ല, മുഴുവനും തുറന്നിടപ്പെടുകയാണ്. 4 വനാദാ മുനാദിൻ യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയശ് ശർരി അഖ്സിർ. എന്താണ് പറയുന്നത്? വിളിച്ചു പറയുന്ന ഒരു ആള് വിളിച്ചു പറയും. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നൊരു മലക്ക് വിളിച്ചു പറയും ആ രാവെത്തിയാൽ തന്നെ. എന്താ വിളിച്ചു പറയാ? യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്നവനെ, നന്മ കൊതിക്കുന്നവനെ, വരൂ, മുന്നോട്ട് വരൂ, സ്വാഗതം. ഇതാ ഇഷ്ടം പോലെ നന്മകൾ, ഒരുപാട് വരിക്കൂട്ടാനുള്ള അവസരം ഇതാ തുടങ്ങിക്കഴിഞ്ഞു, വന്നോളൂ. വയാ ബാഗിയശ് ശർരി അഖ്സിർ, തിന്മയുടെ വൈതാളികന്മാരെ, തിന്മകൾ പ്രവർത്തിച്ച് തെമ്മാടിത്തത്തിന് വേണ്ടി തന്നെ നടക്കുന്ന ആളുകളെ, ഒന്ന് കുറച്ചു കളയൂ, നിങ്ങളുടെ തെമ്മാടിത്തം, പിറകോട്ട് പോകൂ, നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറയപ്പെടുകയും ചെയ്യും. അങ്ങനെ വിളിയാളമുണ്ടാകും. 4 കാര്യം. 5 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക കുല്ല ലൈല. വലില്ലാഹി, അല്ലാഹുവിനുണ്ട് അന്ന് രാത്രി മുതൽക്ക് തന്നെ ഉതഖാഉ മിനന്നാർ, നരകത്തിൽ നിന്ന് ധാരാളം ആളുകളെ അല്ലാഹു ആദ്യ രാത്രി മുതൽ തന്നെ മോചിപ്പിച്ചു തുടങ്ങും. കണ്ടോ, റമദാനിൻ്റെ അവസാനത്തെ 10 മാത്രമല്ല, ആദ്യ രാത്രിയിൽ തന്നെ നരകാഗ്നിയിൽ പോകാൻ അവകാശികളായിട്ടുള്ള പാപികൾ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ പാപമോചന തേട്ടങ്ങളും അവരുടെ ഇഖ്ലാസും അവരുടെ തഖ്വയും ഒക്കെ മുൻനിർത്തി അല്ലാഹു അതാ ഒരുപാട് ആളുകളെ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവാണത്. വദാലിക, അത് ആ ആദ്യ രാത്രി മാത്രമല്ല കേട്ടോ, വദാലിക കുല്ല ലൈല, അത് റമദാൻ തീരുവോളം എല്ലാ രാവിലും അതുണ്ടാകും. ഇങ്ങനെ 5 പരമപ്രധാനമായ ഗിഫ്റ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ
വിശ്വാസികളായ നമുക്ക് നൽകുകയാണ് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വിശദ വിവരങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ 5 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പൈശാചികമായ നിലക്കുള്ള പിശാചുക്കൾ തളർന്നു പോവുകയാണ്, അവർ കെട്ടിയിടപ്പെടുകയാണ്. മറ്റു മാസങ്ങളിലുള്ള അത്ര അവർക്ക് ആളുകളെ പഴപ്പിക്കുവാനും നശിപ്പിക്കുവാനും ഒന്നും കഴിയില്ല. കാരണം വിശ്വാസികൾ ഇഖ്ലാസോടുകൂടി വ്രതമനുഷ്ഠിക്കുമ്പോൾ അവരോട് വല്ലാതെയൊന്നും അടുത്തിടപഴകുവാനും അവരെ പിഴപ്പിക്കുവാനും ശൈത്താനാവില്ല. അതേ അവസരത്തിൽ തെമ്മാടികളോട് കൂടെ അത് അവർക്ക് ഇത് ബാധകമാവുകയുമില്ല. തെമ്മാടികൾ അവരുടെ പ്രവർത്തനം ഒരു വേള തുടർന്നുകൊണ്ടേയിരിക്കും. വിശ്വാസികളെ വല്ലാതെ സ്വാധീനിക്കാൻ അവനാവില്ല. അതുപോലെ തന്നെ സ്വർഗീയമായ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെട്ട് എത്രയും നന്മകൾ ചെയ്ത് സ്വർഗം നേടാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ട അവസരങ്ങൾ ഒരുപാട്. നരകത്തിൻ്റെ കവാടങ്ങളെല്ലാം കൊട്ടിയടക്കപ്പെട്ട് തിന്മകളോടൊക്കെ മനുഷ്യനൊരു അലർജിയും വെറുപ്പും അതൊന്നും പറ്റില്ല, വേണ്ട, ഞാൻ ചെയ്യില്ല എന്നുള്ളവർ തഖ്വാ ബോധവും ആ ഒരു സൂക്ഷ്മതാ ബോധവും ഒക്കെ അധികരിക്കുകയാണ്. നന്മകൾ ചെയ്യുവാനുള്ള ഇഷ്ടം പോലെ മാനസികമായൊരു തോന്നൽ കാരണം എല്ലാവരും ആ ഒരു നിലക്കുള്ള ചിന്തയിലാകുമ്പോൾ ആ ഒരു അവസ്ഥയിൽ നല്ലൊരു ഉന്മേഷം മുൻകാലത്തെ അപേക്ഷിച്ച് കൂടുതൽ ഉണ്ടായിത്തീരുന്നൊരു ഘട്ടം. നരകത്തിൽ നിന്ന് ധാരാളം ആളുകളെ മോചിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ ആ ഒരു ഗുണം ഈ 5 കാര്യങ്ങളും ആദ്യ രാത്രിയിൽ തന്നെ ആരംഭിക്കുകയായി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഈ വലിയ ഗിഫ്റ്റുകൾ അതൊക്കെ ഓർത്തുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ആദ്യ നിമിഷം മുതൽ നാം ഒരുങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ നന്മകൾ ചെയ്യുവാൻ സൗഭാഗ്യം സിദ്ധിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.